അയോധ്യയിൽ രാംലല്ല കണ്ണു തുറന്നതും ഉറക്കം നഷ്ടപ്പെട്ടത് കോൺഗ്രസുകാർക്കാണ്. അതിന്റെ അലയൊലിയാണ് ഇപ്പോൾ കർണാടകയിൽ അലയടിക്കുന്നത്. രാമക്ഷേത്രം ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും കോൺഗ്രസുകാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കർണാടകയിൽ നടക്കുന്ന സംഘർഷം അതിന്റെ തെളിവുകളാണ്. അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ഘോഷയാത്രയ്ക്കിടെ സംഘർഷമുണ്ടായതിനെ തുടർന്ന് കർണാടകയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഗുൽബർഗ ജില്ലയിലെ വാടി ടൗൺ, ചിറ്റാവൂർ, ബലഗോവി, ഫോർട്ട് റോഡ് എന്നിവിടങ്ങളിൽ ഇന്നലെ ഉണ്ടായ സംഘർഷത്തെ തുടർന്നാണ് കർണാടക സർക്കാർ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്രമസമാധാനം നിലനിർത്തുന്നതിനും അനിഷ്ട സംഭവങ്ങൾ തടയുന്നതിനുമുള്ള മുൻകരുതൽ നടപടിയായി IPC സെക്ഷൻ 144 പ്രകാരമുള്ള നിരോധന ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായി പോലീസ് അറിയിച്ചത്. ജനങ്ങൾ തടിച്ചുകൂടുകയും വലിയ രീതിയിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തിരുന്നു. ആദ്യം കല്ലേറാണ് ഉണ്ടായിരുന്നത്. പിന്നീട് പടക്കമേറിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പിന്നീട് വലിയ കയ്യാങ്കളിയിലേക്കുമെല്ലാം കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഇല്ലെന്നും മുൻകരുതലിന്റെ നടപടിയായി പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയതെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതിനിടെ ഗുൽബർഗ നഗറിന്റെ പ്രാന്തപ്രദേശത്തുള്ള കോട്ട്നൂർ ഗ്രാമത്തിലെ ഡോക്ടർ BR അംബേദ്കർ പ്രതിമ നശിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ ദളിത് സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങളും നടത്തി. അക്രമികൾ അംബേദ്കറുടെ പ്രതിമയിൽ ചെരുപ്പുമാല ചാർത്തുകയും ചെയ്തിരുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.